ഹലോ ഫാമിലി, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കാൻ. എന്തായിരിക്കും ഉണ്ടാക്കണതെന്നല്ലേ? വൈറ്റ് സോസ് ചിക്കൻ വിത്ത് സ്മാഷ്ഡ് പൊട്ടറ്റോ. അതിനുവേണ്ടി ഞാൻ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ആ ബ്രസ്റ്റ് പീസ് നല്ലോണം ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. ഉള്ളിലേക്ക് നമുക്ക് നല്ലോണം മസാലകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. നല്ലോണം ഇളക്കി കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പക്ഷെ കാണിക്കാൻ മറന്നുപോയി. കുറച്ച് നേരം വന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലും വെച്ചു. ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ വേവിക്കാൻ വെച്ചു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുത്തു. 2 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് മൈദയില്ലേ, നമ്മുടെ സാധാ മൈദ എടുത്ത് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യുക. കുറച്ച് നേരം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് അതൊരു ലൂസ് കൺസിസ്റ്റൻസി ആവണത് വരെ നമുക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അതൊന്ന് കുറച്ച് നേരം കുറുകി വരുമ്പോഴേക്കും നമ്മുടെ വൈറ്റ് സോസ് റെഡിയാവും. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒറിഗാനോ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അപ്പോൾ ഞാൻ അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി അത് മാറ്റി വെച്ചു. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് അത് വെള്ളം പോകാൻ വേണ്ടി വെച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് പാല് അതെടുത്ത് ഒഴിച്ചു കൊടുത്തു നമ്മുടെ ബട്ടറിൻ്റെ ഉള്ളിലേക്ക്. രണ്ടും ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ പൊട്ടറ്റോ ഒരു വിസ്ക് വെച്ച് സ്മാഷ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് നടന്നില്ല ഗൈസ്. അപ്പം ഞാൻ നമ്മുടെ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് നല്ലോണം സ്മാഷ് ചെയ്ത് അത് നന്നായിട്ട് വന്നു. എന്നിട്ട് ഞാൻ ഈ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ എടുത്ത് നമ്മുടെ പാലുണ്ടല്ലോ, പാലും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലോണം ഇളക്കി അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് മാറ്റി വെച്ചു. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. കുറച്ച് അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചു. അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ആ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഇട്ട് കൊടുത്തു. 2 പീസും ചിക്കനും ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ചിക്കൻ തിരിച്ചും മറിച്ചു വിട്ട് നല്ലോണം ചിക്കൻ വെന്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതിങ്ങനെ പ്ലേറ്റ് ചെയ്തു. നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തു. പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുത്തു. ക്യാരറ്റിൻ്റെ സോട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. വൈറ്റ് സോസും ഇട്ട് കൊടുത്തു. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് കാണാൻ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. എന്നിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫാമിലി.